എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം PGW ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു. PGWP ചില കോഴ്സ് എടുത്തവർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള ആൾക്കാർക്ക് PGWP കൊടുക്കണില്ല, ഇങ്ങനെ ഫീൽഡ് ഓഫ് സ്റ്റഡി അനുസരിച്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ന്യൂസസ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷനാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. ആർക്കൊക്കെയാണ് PGWP കിട്ടണത്, ഇവിടെ ഉള്ള ആൾക്കാരെ അത് അഫക്റ്റ് ചെയ്യുമോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ പറയാൻ വേണ്ടി പോകുന്നത്. ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓൾറെഡി അറിയാം, ഇനി മുതൽ നവംബർ 1 മുതൽ PGWP അപ്രൂവൽ കിട്ടണമെങ്കിൽ നമ്മൾ IELTS സ്കോർ എഴുതി സബ്മിറ്റ് ചെയ്യണം. യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ CLB 7ഉം കോളേജ് ആണെങ്കിൽ CLB 5ഉം ആണ് വേണ്ടത്. അത് നിങ്ങൾക്ക് ഏത് IELTS എക്സാമിനേഷൻസ് ചെയ്താൽ നിങ്ങൾ ഇംഗ്ലീഷ് പ്രൊഫഷൻസി പ്രൂവ് ചെയ്താൽ മതിയാകും. അതിനേക്കാളും ഏറ്റവും എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു അനൗൺസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഫീൽഡിൽ എടുക്കുന്നവർക്ക് മാത്രം PGWP അപ്രൂവൽ കൊടുക്കും. അതെ, ഇപ്പൊ കാനഡ ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരിക്കുകയാണ് PGWPയുടെ ആ ഒരു മാറ്റത്തിനെ കുറിച്ചിട്ടും. ഇനി മുതൽ എല്ലാ ആൾക്കാർക്കും എല്ലാ കോഴ്സ് എടുത്ത് വന്നവർക്കും PGWP അപ്രൂവൽ കൊടുക്കില്ല. അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോഴ്സസിനെ അവർ എടുത്തു മാറ്റി ആ കോഴ്സ് എടുത്തിട്ട് നിങ്ങൾ കാനഡയിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് PGWP അപ്രൂവൽ കിട്ടില്ല. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോഴ്സസ് എടുത്ത് വന്നാലും PGWP കിട്ടുമായിരുന്നു. ഇനി മുതൽ അത് പറ്റില്ല. അതുകൊണ്ടിട്ട് നിങ്ങൾ പുതിയതായിട്ട് കോഴ്സ് എടുത്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് വേണം കോഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ കോഴ്സിനും PGWP അപ്രൂവൽ ഇനി മുതൽ കിട്ടുകയില്ല. അതൊരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാധകമാകുന്നത് ഇനി മുതൽ വരാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്കാണ്. എല്ലാ ആൾക്കാരും ഭയങ്കരമായിട്ട് പേടിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി ഓരോരോ റൂൾസ് ഇങ്ങനെ അനൗൺസ് ചെയ്യുമ്പോഴത്തേന് ഇവിടെയുള്ള ആൾക്കാർക്ക് ബാധകമാകുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ IELTSന്റെ കാര്യമാണെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുള്ള ആൾക്കാർക്കും ബാധകമാകുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ ഒരു റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു സമാധാനകരമായിട്ടുള്ള രീതിയിലാണ് അവർ അനൗൺസ് ചെയ്തത്. ഇവിടെ ഇപ്പം നിലവിൽ ഈ കോഴ്സസ് എടുത്ത് പഠിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ആർക്കാണെങ്കിലും PGWP ഈ ഒരു കോഴ്സിനെ ബേസിസ് അല്ല കൊടുക്കണത്, എല്ലാവർക്കും അപ്രൂവൽ കൊടുക്കും എന്നുള്ള രീതിയിലാണ്. ഇത് നവംബർ 1, 2024 മുതൽ സ്റ്റഡി പെർമിറ്റിന് നമ്മൾ അപ്ലൈ ചെയ്യുമല്ലോ, അവർക്കാണ് ഈ ഒരു പർട്ടിക്കുലർ കോഴ്സസ് ഒക്കെ എടുക്കുവാണെങ്കിലും PGWP അപ്രൂവൽ കൊടുക്കാത്തത്. പക്ഷേ ഇവർ കുറേ കോഴ്സസിന്റെ കാര്യം പറയുന്നുണ്ട്. ഞാൻ ഏതൊക്കെ കോഴ്സസിനെയാണ് ഈ PGWP കൊടുക്കാത്തതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നാട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരും കാനഡയിലേക്ക് വരുന്നത് ബിസിനസ് മാനേജ്മെന്റ് അങ്ങനത്തെ ഒക്കെ കോഴ്സസ് ഒക്കെ, ഹോസ്പിറ്റാലിറ്റി അങ്ങനെയൊക്കെ കോഴ്സസ് എടുത്തിട്ടാണ്. ഇതിനകത്ത് മോസ്റ്റ്ലി എല്ലാ ആൾക്കാരും വരുന്നത് മാനേജ്മെന്റ് കോഴ്സസ്, ബിസിനസ് റിലേറ്റഡ് കോഴ്സസ് ഒക്കെ എടുത്താൽ. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് ആൾക്കാർ കമന്റിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ജോബ് ഓപ്പർച്യൂണിറ്റി. ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് മാനേജ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഓസ്ട്രേലിയയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബിസിനസ് മാനേജ്മെന്റ് കോഴ്സസ് ഒക്കെ എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ PR കിട്ടുക, സെറ്റിൽ ആവുക, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക കുറച്ച് പാടായിരുന്നു. ഇതേ കാര്യം തന്നെയായിരുന്നു UK-ലും ഉണ്ടായിരുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ ബിസിനസ് മാനേജ്മെന്റ് കോഴ്സസ് ഒക്കെ എടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ വന്ന ആൾക്കാർക്കെല്ലാം അതേ ഫീൽഡിൽ ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. പല ഫീൽഡിലേക്കായിരുന്നു ആൾക്കാർ സ്വിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ വെറുതെ ഇത്രയും ലക്ഷം രൂപ മുടക്കിയിട്ട് ഈ വെറുതെ കോഴ്സസ് എടുത്തിട്ട് വന്നിട്ട് പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു ഫീൽഡിനെ ഒഴിവാക്കിയിരിക്കുന്നത്. ഏതൊക്കെ കോഴ്സസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് മാനേജ്മെന്റ്, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ഇത്രയും കാര്യം വരുമ്പോഴത്തേന് ഇത്രയും കോഴ്സസ് എടുത്ത് വരുന്ന ആൾക്കാർക്ക് ഇനി മുതൽ PGWP അപ്രൂവൽ കൊടുക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഇവർ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള കുറേ കോഴ്സസിന് ഇവർ ബ്രോഡ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അഗ്രികൾച്ചർ, അഗ്രി ഫുഡ്, ഹെൽത്ത് കെയർ, എഞ്ചിനീയറിംഗ്, സയൻസ് ആൻഡ് ടെക്നോളജി, ട്രാൻസ്പോർട്ടേഷൻ, ട്രേഡ്സ്. അപ്പം ഇത്രയും ഫീൽഡ്, അതായത് ഇതിൻ്റെ അണ്ടറിൽ ഒരുപാട് കോഴ്സസ് വരുന്നത്. ഇതിൻ്റെ 966ഓളം കോഴ്സസ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ എടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് PGWP അപ്രൂവൽ കിട്ടും. അങ്ങനെയാണ് ഇവർ പറയുന്നത്. അപ്പം നിങ്ങൾ ഇനി വരാൻ പോകുന്ന ആളാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒഫീഷ്യൽ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി നിങ്ങൾ നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഏത് കോഴ്സാണോ എടുക്കുന്നത് അത് ആ ഒരു ലിങ്കിനകത്ത് കയറി സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും നിങ്ങൾക്ക് PGWP കിട്ടുമോ ഇല്ലയോ എന്ന ഉള്ളൊരു കാര്യം. അത് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ആ കോഴ്സ് എടുത്തിട്ട് വരിക. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഏജൻസീസ് മാനേജ്മെന്റ്, ബിസിനസ് റിലേറ്റഡ് കോഴ്സസ് എടുത്തിട്ടാണ് കുട്ടികളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടുന്നത്. കാരണം ഇവിടെ ഒരുപാട് കോളേജസ് ആണെങ്കിലും യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഈ ഒരു ബിസിനസ് മാനേജ്മെന്റ്, ടൂറിസം ആ ഒരു സെക്ടേഴ്സിലുള്ള കോഴ്സിനെ ബേസ് ചെയ്ത് മാത്രം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോളേജസ്, യൂണിവേഴ്സിറ്റീസും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ പഠിച്ചെടുക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാനേജ്മെന്റ് ഫീൽഡിലേക്കോ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിലേക്കോ ഒക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് കുറച്ച്
ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവർ പല പല ഫീൽഡിലേക്കാണ് സ്വിച്ച് ചെയ്യുക. PR വേണ്ടി ചിലപ്പോൾ സാധാ ജോലികളൊക്കെ ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ അനൗൺസ് ചെയ്തത്. പക്ഷേ ഇതിനകത്തൊരു ഏറ്റവും വലിയൊരു ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഉള്ള ആൾക്കാർക്ക് ബാധകമല്ല. ഒരുപാട് ആൾക്കാർ ബിസിനസ്, മാനേജ്മെൻറ്റ്, ടൂറിസം അങ്ങനെയൊക്കെ ഒരുപാട് കോഴ്സ് എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൂൾ അറിയാണ്ട് കുറേ വർഷത്തിന് മുമ്പ് എടുത്തിട്ട് വന്ന ആൾക്കാരാണ്. അപ്പം ഭാഗ്യം എന്ന് പറയത്തക്ക രീതിയിൽ ഇതിപ്പം നിലവിലുള്ള ആൾക്കാർക്ക് ബാധകമല്ല. ആർക്കാ ബാധകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബർ 1, 2024 മുതൽ സ്റ്റഡി പെർമിറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ ഒരു റൂള് ബാധകം. അപ്പോൾ ഇനി നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർ കോഴ്സ് എടുത്ത് വരുമ്പോഴത്തേന് ഈ ഒരു ഈ റൂളെന്ന് മാത്രമല്ല എല്ലാ റൂൾസും കൺസിഡർ ചെയ്തതിന് ശേഷം മാത്രം കോഴ്സ് എടുത്തിട്ട് വരിക. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് സ്റ്റിൽ PGWP കിട്ടും. നിങ്ങൾ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാലും കോഴ്സിന് ബാധകമല്ല PGWP അപ്രൂവൽ കിട്ടുന്ന ഉള്ള ഒരു ഗുഡ് ന്യൂസ് ആണുള്ളത്. പിന്നെ ഉള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ IELTS പ്രൂവ് ചെയ്യണം എന്നുള്ള ന്യൂസ് കുറേ നാൾക്ക് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നും. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള ആളാണെങ്കിൽ ആ ഒരു ലിങ്കിൻ്റെ അകത്ത് കയറിയിട്ട് നിങ്ങളുടെ കോഴ്സ് സെർച്ച് ചെയ്ത് നോക്കുക. PGWP അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ മാത്രം കോഴ്സ് സെലക്ട് ചെയ്യുക, അല്ലാണ്ട് കോഴ്സ് സെലക്ട് ചെയ്യാതിരിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് സ്റ്റഡി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പർട്ടിക്കുലർ ടൈം ഫ്രെയിം വേണം. നമുക്ക് നല്ലൊരു ജോലി കണ്ടുപിടിക്കാനാണെങ്കിലും PR സബ്മിറ്റ് ചെയ്യാനാണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് സമയം ആവശ്യമുണ്ട്. അപ്പോൾ PGWP അപ്രൂവൽ അല്ലാത്ത കോഴ്സ് എടുത്ത് ഇത്രയും ലക്ഷം രൂപ മുടക്കി വരുന്നത് ഒരു എന്താ പറയുക നമുക്ക് ഗുണകരമല്ലാത്തൊരു കാര്യമായിരിക്കും. അപ്പോൾ അത് നോക്കിയതിന് ശേഷം മാത്രം കോഴ്സ് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, പറയണം, കേൾക്കണം അങ്ങനെയുള്ള അത് മെൻഷൻ ചെയ്യാം. അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഷെയർ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കിൽ കാണാം. അതുവരെ ബൈ.